സ്നേഹബഹുമാന ആദരവുകൾ നിറഞ്ഞ മുസ്ലിമീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടലിനെ സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൻ്റെ ഇന്നലകളിൽ വന്നുപോയ സകല പാപങ്ങളും റഹ്മാനായ റബ്ബ് അവൻ്റെ വിശാലമായ മഗ്ഫിറത്ത് കൊണ്ട് പുറത്തു നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനിയുള്ള ജീവിതം അഖിലവും അവൻ്റെ പൊരുത്തത്തിലായി ജീവിച്ച് ഈമാനോടെ മരണപ്പെടാനുള്ള വലിയ തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗികളായി കഴിയുന്നവർ, പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളിലായി വിഷമങ്ങളിലായി വിഷമിക്കുന്നവർ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും സമാധാനം നൽകുമാറാകട്ടെ, ശിഫാഅ് നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ മുൻഗാമികൾ, പ്രത്യേകിച്ച് നമ്മുടെ പള്ളിയുടെ മഖബറകളിൽ മറമാടപ്പെട്ട് കിടക്കുന്ന നമ്മുടെ മുൻഗാമികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും പുറത്തു നൽകുമാറാകട്ടെ. സ്വർഗം നൽകി അവരെയും നാളെ നമ്മയും സന്തോഷിപ്പിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ മാനവന് മുന്നിൽ വെച്ചതായ ഒരു മാർഗ സംഹിതയാണ്. ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണം, അവന്റെ വിഷമകരമായ ഘട്ടങ്ങൾ വരുമ്പോൾ എങ്ങനെ അവൻ മനസ്സിനെ പാകപ്പെടുത്തണം, അവന് സന്തോഷമുണ്ടാകുമ്പോൾ അവൻ എപ്രകാരമായിരിക്കണം തുടങ്ങി ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ജനനം മുതൽ അവന്റെ മരണം വരെയും തുടർന്ന് ഖബറാകുന്ന ലോകത്തിലൂടെ കടന്നുപോയി ഖാലിഖായ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് വരെയുള്ളതായ കാര്യങ്ങൾ ഒരു മാർഗരേഖ പോലെ വരച്ചു കാണിച്ചതായ പൂർണ്ണവും സംക്ഷിപ്തവുമായ ഒരു പരിശുദ്ധമായ മതമാണ് ദീനുൽ ഇസ്ലാം എന്നുള്ളത്. കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ വിജയത്തിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്നും എന്തെല്ലാം കാര്യങ്ങളിൽ നിന്ന് അവൻ സൂക്ഷ്മത പാലിക്കണമെന്നും വളരെ കൃത്യവും വ്യക്തവുമായി അല്ലാഹു സുബ്ഹാനഹു വ തആല മാനവന് മുന്നിൽ പറഞ്ഞു നൽകിയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ലളിതമായ മതമാണ്. ഓരോ മനുഷ്യനിക്കും അവനെ കൊണ്ട് പ്രാപ്തമാകുന്ന കാര്യങ്ങൾ മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുള്ളത്. ഒരു മനുഷ്യന്റെ കഴിവിൽ പറ്റാത്തതായ അസംഭവ്യമായ ഒരു കാര്യങ്ങളും ചെയ്യുവാനോ അത്തരത്തിൽ മാനുഷികമല്ലാത്തതായ ഒരു പെരുമാറ്റങ്ങളും പെരുമാറണമെന്നോ പരിശുദ്ധമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയോ അവന്റെ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ മുന്നോട്ട് വെച്ചിട്ടില്ല. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വസ്അഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ശരീരത്തോടും അവന് കഴിവാകാത്ത കാര്യങ്ങളെ കൽപ്പിക്കുന്നില്ല എന്ന് പരിശുദ്ധമായ ഖുർആൻ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം മുന്നോട്ട് വെച്ചിരിക്കുന്നതായ എല്ലാ കാര്യങ്ങളും ഈ ലോകത്ത് വന്നതും വരാനിരിക്കുന്നതുമായ മുഴുവൻ കുഞ്ഞുങ്ങൾക്കും മുഴുവൻ മുതിർന്നവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്നതായ രീതിയിലാണ് ഖാലിഖായ റബ്ബ് സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുള്ളത് എന്ന് നാം മനസ്സിലാക്കുക. സഹോദരങ്ങളെ, ഇന്ന് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ പലതരത്തിലുള്ളതായ വികൃതമായ വേഷങ്ങൾ കെട്ടിക്കൊണ്ട് പലതരത്തിലുള്ളതായ അപവാദങ്ങൾ കുപ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ എന്തോ ഭയങ്കരമായ ഒരു തീവ്രവാദ സംഘമാണെന്നും മുസ്ലിമീങ്ങൾ മുഴുവനും തീവ്രവാദികളാണെന്നും അവർ ധരിക്കുന്ന തൊപ്പിയും വെക്കുന്ന താടിയും തലപ്പാവും മുഴുവനും തീവ്രവാദികളുടെയും തീവ്രവാദത്തിന്റെയും ചിഹ്നങ്ങളാണെന്നുമെല്ലാം പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ശത്രുക്കളാകുന്നവർ ഈ ലോകത്ത് മുഴുവനും ഒരു ഇസ്ലാമോ ഫോബിയ, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ എന്തോ ഒരു ഭയങ്കരമായ തീവ്രവാദ സംഹിതയായിട്ട് ഉയർത്തി കാണിക്കുവാൻ അവർ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ് വാസ്തവം. എന്നാൽ നാം മനസ്സിലാക്കേണ്ടത്, ഞാനും നിങ്ങളും അടങ്ങുന്ന ഇസ്ലാമിന്റെ വക്താക്കളായ മുസ്ലിമീങ്ങൾ മനസ്സിലാക്കേണ്ടത് എപ്രകാരമാണ് ഈ മതം പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം തീവ്രവാദം പഠിപ്പിക്കുന്നതായ മതമാകുന്നത്, എപ്രകാരമാണ് ഒരു മുസൽമാൻ തീവ്രവാദിയാകുവാൻ സാധിക്കുന്നത്. ഒരു മനുഷ്യൻ അവൻ ആരുമായിക്കൊള്ളട്ടെ, അവൻ അയൽവാസി പട്ടിണി കിടക്കുകയാണ് എങ്കിൽ സ്വന്തം വീട്ടിൽ വയർ നിറച്ച് ഭക്ഷിക്കുന്നവൻ എന്നിൽ പെട്ടവനല്ല എന്ന് പഠിപ്പിച്ചതായ ഒരു മഹാമതം. ആ മതത്തിന്റെ അനുയായികൾക്ക് എങ്ങനെയാണ് മറ്റു മനുഷ്യനെ കൊല്ലണമെന്നും മറ്റു മതങ്ങളെ കൊല്ലണമെന്നും മറ്റു മനുഷ്യരെ ഉപദ്രവിക്കുമെന്നും പറയുവാൻ സാധിക്കുന്നത്? സഹോദരങ്ങളെ, നാം മനസ്സിലാക്കേണ്ടതായ ഒരു വാസ്തവം, ഇന്ന് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം നമ്മുടെ ലോകക്രമത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ജനപിന്തുണയുള്ളതായ മതങ്ങളിൽ ഏറ്റവും ഒന്നാമത്തെ മതമേതാണ്? ധാരാളം ബുദ്ധിരാക്ഷസന്മാർ, ധാരാളം അറിവുള്ളവർ,
യൂറോപ്പിൽ ഉൾപ്പെടെ നാം പരിഷ്കൃതരെന്ന് വിചാരിക്കുന്നതായ വലിയ വലിയ ബുദ്ധിജീവികളായ ആളുകൾ ദിനേന പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാമല്ലോ, ദീനുൽ ഇസ്ലാമിനെ പറ്റി നമ്മളുടെ വിരൽത്തുമ്പുകളിൽ പോലും ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ അടിയിൽ പോലും മുസ്ലിമീങ്ങൾ തീവ്രവാദികളാണെന്നും മറ്റുള്ളവരെ കൊല്ലാൻ പഠിപ്പിക്കുന്ന മതത്തിന്റെ ആളുകളാണ് എന്നും വാളിൻ മുനയിലൂടെയാണ് ഇസ്ലാം പ്രചരിച്ചതെന്നുമെല്ലാം ഇസ്ലാമിന്റെ ശത്രുക്കൾ പടച്ചുവിടുമ്പോൾ ഈ ഉള്ളതായ അറിവുകളിലൂടെ തന്നെ ദീനുൽ ഇസ്ലാമിന് അത്ഭുതകരമായ വളർച്ചയും ഒരു വശത്തുകൂടി നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. ഇങ്ങനെയുള്ളതായ മതം എപ്രകാരമാണ് മതത്തിന്റെ ആളുകൾക്ക് തീവ്രവാദവും പഠിപ്പിക്കുവാൻ സാധിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലൂടെ പറയുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വല്ലാഹു മുത്തിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ. അവരുടെ വായകൾ കൊണ്ട് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ പ്രകാശത്തെ അവർ ഊതിക്കെടുത്തുവാൻ ശ്രമിക്കും. പക്ഷേ വല്ലാഹു മുത്തിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ, കാഫിരീങ്ങൾ, അള്ളാഹുവിനെ നിഷേധിക്കുന്നവർ, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ശത്രുക്കൾ എത്ര കണ്ട് നിരാകരിക്കുവാൻ ഊതിക്കെടുത്തുവാൻ ശ്രമിച്ചാലും വല്ലാഹു മുത്തിമ്മു നൂരിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രകാശമാകുന്ന ഈ മതത്തിനെ പൂർണ്ണമാക്കുക തന്നെ ചെയ്യുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലൂടെ പറഞ്ഞു വെക്കുകയാണ്. സഹോദരങ്ങളെ, ഇസ്ലാം എന്നത് ലാളിത്യത്തിന്റെ മതമാണ്. എങ്ങനെയാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ലാളിത്യത്തിന്റെ മതമാകുന്നത്? ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, അവൻ ഏത് മതത്തിൽ വിശ്വസിക്കുന്നവനോ ആയിക്കൊള്ളട്ടെ, ഒരു തരത്തിലുള്ളതായ തീവ്രവാദവും ഒരു തരത്തിലുള്ളതായ തീവ്രമായ നിലപാടുകളും പെരുമാറ്റങ്ങളും വേണമെന്ന് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം നിഷ്കർഷിക്കുന്നില്ല. അള്ളാഹുവിന്റെ പ്രവാചകരും പരിശുദ്ധരായ അല്ലാഹു സുബ്ഹാനഹു വ തആലയും തീവ്രത വേണമെന്ന് നിഷ്കർഷിക്കുന്നതായ ഒരൊറ്റ കാര്യം മാത്രമാണ് ദീനുൽ ഇസ്ലാമിലുള്ളത്. അത് നമ്മുടെ വിശ്വാസത്തിന്റെ വിഷയത്തിൽ മാത്രമാണ്. അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ല എന്നും ആദരവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവന്റെ ദൂതനാണെന്നും പ്രവാചകനാണെന്നും സാക്ഷ്യം വഹിക്കുക എന്നുള്ളത് അത് വളരെ തീവ്രം തന്നെയാണ്. ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ മുന്നിൽ അവനിക്ക് മുസൽമാൻ എന്നതായ സ്ഥാനം ലഭിക്കണമെങ്കിൽ ഈ പറഞ്ഞതായ വിശ്വാസത്തെ അത് വളരെ തീവ്രമായി തന്നെ അവനവന്റെ മനസ്സുകളിൽ ആലേഖനം ചെയ്യേണ്ടതുണ്ട്. തുടർന്ന് വരുന്നതായ വിശ്വാസത്തിൻ്റെതായ കാര്യങ്ങൾ പോലും, നമുക്ക് വരുന്നതായ ആരാധനയുടെ കാര്യങ്ങൾ പോലും ഒരു തരത്തിലും തീവ്രത പാടില്ല എന്നാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം നിഷ്കർഷിക്കുന്നത്. ഒരു മനുഷ്യൻ 5 നേരം നമസ്കരിക്കൽ അവന് നിർബന്ധമാണ്. ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു അക്ബർ എന്ന ബാങ്കുലികൾ മുഴങ്ങുമ്പോൾ അള്ളാഹുവിന്റെ മസ്ജിദിൽ ചെന്നുകൊണ്ട് ആ വിളിക്ക് ഉത്തരം നൽകണമെന്നുള്ളത് ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അവന് നിർബന്ധമായ കാര്യമാണ്. ആ നിസ്കാരത്തിന് മുന്നേ അവന് ഒളുവെടുക്കണം, അവൻ ശുദ്ധിയാവണം എന്നുള്ളത് അവനിക്ക് നിർബന്ധമായ കാര്യമാണ്. എന്നാൽ ഇനി ഒരു മനുഷ്യൻ എന്തെങ്കിലും അസുഖങ്ങൾ കാരണത്താൽ അവൻ രോഗിയായി പോയി, അല്ലെങ്കിൽ ഉളുവെടുക്കുവാൻ വേണ്ടതായ വെള്ളം ലഭിക്കുന്നില്ല, അങ്ങനെയുള്ളതൊക്കെയായ ഒരു സാഹചര്യമാണ് അവന്റെ മുന്നിലുള്ളത് എങ്കിൽ വുളൂ തന്നെ നിർബന്ധമാണെന്ന് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പറയുന്നില്ല. അവന് അവിടത്തിൽ ബദൽ മാർഗമുണ്ട്. ഒരു മനുഷ്യനിക്ക് വുളൂ ചെയ്യുവാനുള്ള വെള്ളം ലഭ്യമാകുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ അവനിക്കുണ്ട് എങ്കിൽ അവൻ വുളൂഇന് പകരമായി തയമ്മം ചെയ്യണമെന്ന് ഫിഖ്ഹിന്റെ കിതാബുകൾ നമ്മെ പഠിപ്പിക്കുന്നു. ഇനി അവൻ നമസ്കാരത്തിലേക്ക് വരട്ടെ, കഴിവുള്ളവനാണെങ്കിൽ അവൻ നിന്ന് തന്നെ നമസ്കരിക്കണമെന്ന് നിർബന്ധമായ കാര്യമാണ്. ഇനി ഒരുവന് കഴിവില്ല, അവന് കാലുവേദനയോ മുട്ടുവേദനയോ നടുവേദനയോ അങ്ങനെ അവന്റെ ശരീരത്തിന്റെ ഏതെങ്കിലും അവയവങ്ങൾക്ക് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിനുള്ളതായ നേരിയതായ തടസ്സമുണ്ട് എങ്കിൽ അവന് ഇരുന്ന് നമസ്കരിക്കാമെന്ന് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. ഇനി അതൊന്നും അവന് സാധ്യമാകുന്നില്ല, ഇരിക്കാൻ കഴിവില്ലാത്തവനായ നിലയിൽ അവൻ രോഗിയായി പോയി, അല്ലെങ്കിൽ അവൻ കിടന്ന കിടപ്പിലായി പോയി എങ്കിൽ അവന് കിടന്ന് നമസ്കരിക്കാം. കിടന്ന് നമസ്കരിക്കാനും ഒരുവനിക്ക് ബുദ്ധിമുട്ടായാൽ അവന്റെ മനസ്സിൽ നമസ്കാരത്തിന്റെ രൂപങ്ങളെ ഹാജരാക്കിയവനായ നിലയിൽ ആ കിടന്ന കിടപ്പിൽ കിടന്നും നമസ്കരിക്കാമെന്ന് പഠിപ്പിക്കുന്ന മതമാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. ഒരു തരത്തിലും അള്ളാഹുവിനോടുള്ള ആരാധനയുടെ വിഷയത്തിൽ പോലും കടുപ്പം പാടില്ല എന്ന് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം നിഷ്കർഷിക്കുകയാണ്. സഹോദരങ്ങളെ, ഇത്തരത്തിൽ ലളിതമായ മയമായ കാര്യങ്ങൾ പഠിപ്പിക്കുന്നതായ മതമാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. നിങ്ങൾക്കറിയുമോ എത്രത്തോളം കാരുണ്യമാണ് ഇസ്ലാം മുന്നിലോട്ട് വെക്കുന്നത്?
ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ പ്രബോധനത്തിന്റെ ദൗത്യവും ഏറ്റെടുത്തുകൊണ്ട് പ്രബോധനത്തിന്റെ തുടക്ക കാലഘട്ടങ്ങളിൽ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ ഇങ്ങനെ രഹസ്യമായും പരസ്യമായും പ്രചരണം നടത്തിക്കൊണ്ട് അള്ളാഹുവിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നതായ ഒരു സാഹചര്യം. ആ സാഹചര്യത്തിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു യാത്ര ചെയ്യവേ ഒരു വൃദ്ധയായ ഒരു ഉമ്മയെ കണ്ടുമുട്ടുകയാണ്. ആ ഉമ്മയതാ ഒരു കെട്ട് വലിയ വിറകുമായി അത് ചുമന്നുകൊണ്ട് വീട്ടിൽ പോകുവാൻ വേണ്ടി പ്രയാസപ്പെടുന്ന സാഹചര്യം. അങ്ങനെ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഉമ്മയോട് പറയുകയാണ്, ഉമ്മ, ഇതിനെ ഞാൻ ചുമന്ന് വീട്ടിലെത്തിച്ചു നൽകാം. അങ്ങനെ ആ ഉമ്മയോട് പറയുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ സഹായിച്ച് വലിയതായ ഒരു വിറക് കെട്ടിനെ ചുമന്നുകൊണ്ട് അവരുടെ പടിക്കൽ എത്തിച്ചു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ആ ഉമ്മ പറയുകയാണ്, മകനെ, നിനക്ക് നൽകുവാൻ എൻ്റെ അടുക്കൽ ദീനാറുകളോ ദിർഹമുകളോ ഒന്നും തന്നെയില്ല. നിനക്ക് ഞാൻ വിലപ്പെട്ടതായ ഒരു ഉപദേശം നൽകാം. നിനക്ക് പ്രതിഫലമായി, എന്നെ സഹായിച്ചതിന്റെ പ്രതിഫലമായി നിനക്ക് ഞാനൊരു ഉപദേശം നൽകാം. എന്താണ് ഉപദേശമെന്നല്ലേ? ഈ മക്ക എന്ന നമ്മുടെ നാട്ടിൽ മുഹമ്മദ് എന്ന പേരുള്ളതായ ഒരു കള്ളപ്രവാചകൻ വന്നിട്ടുണ്ട്. അവൻ നമ്മുടെ പാരമ്പര്യങ്ങളിൽ നിന്നും നമ്മുടെ പിതാക്കന്മാരുടെ മാർഗങ്ങളിൽ നിന്നും ജനങ്ങളെ വശീകരിച്ചുകൊണ്ട് മാരണപ്പെടുത്തിക്കൊണ്ട് മാരണം ഉപയോഗിച്ചുകൊണ്ട് അവൻ അവൻ്റെതായ ഒരു മതത്തിലേക്ക് അവൻ്റെതായ ഒരു മാർഗത്തിലേക്ക് അവൻ ആളുകളെ കൂട്ടുകയാണ്. നിന്റെ മുന്നിലെങ്ങാണം ആ മുഹമ്മദ് വന്ന് പെടുകയാണെങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നീ അവന്റെ ചതിക്കുഴിയിൽ വീണു പോകരുത് എന്ന വലിയതായ ഉപദേശമാണ് നിനക്ക് നൽകുവാൻ എനിക്കുള്ളത് എന്ന് പറഞ്ഞപ്പോൾ ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, ഉമ്മ, നിങ്ങൾ ഈ പറഞ്ഞതായ മുഹമ്മദ് എന്ന പ്രവാചകൻ ഞാനാണ് എന്ന് പറയേണ്ട താമസം ആ ഉമ്മ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കരം പിടിച്ച് ഇസ്ലാമിലേക്ക് കടന്നു വന്നതായ ചരിത്രമാണ് ദീനുൽ ഇസ്ലാമിന് പറയുവാനുള്ളത്. ഇത്തരത്തിൽ കാരുണ്യമായ മതം, കരുണയുടെ വക്കൽ നിന്നുകൊണ്ട് മാത്രമാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ഇന്ന് ഈ ലോകത്തിലേക്ക് പ്രചരിച്ചത്. ഒരിക്കലും ഒരു മനുഷ്യനെയും ബലപ്രയോഗത്തിലൂടെ ഇസ്ലാമിലേക്ക് എന്നല്ല ഒരു മതത്തിലേക്കും കൊണ്ടുവരാൻ സാധ്യമാവുകയില്ല. എങ്ങനെയാണ് ഒരു മനുഷ്യന്റെ മനസ്സിനെ ബലപ്പെടുത്തി ഒരു വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നത്? നമുക്കറിയാം, നമ്മുടെ നാടുകളിൽ പോലും നമ്മുടെ രാജ്യത്ത് പോലും ഏതെങ്കിലും ഒരു മതത്തിന്റെ അനുയായികൾ ഏതെങ്കിലും ഒരു മതത്തിന്റെ ദൈവങ്ങളുടെ പേരിൽ ആ ദൈവത്തിന്റെ പേര് പറയാത്തതിന്റെ പേരിൽ ആളുകളെ കൊല്ലുന്നുണ്ട് എങ്കിൽ അതൊരിക്കലും ഇസ്ലാം മതത്തിന്റെ ആളുകളല്ല. അവർ പറഞ്ഞു നടക്കുന്നതായ മതങ്ങളും ഒരിക്കലും അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഒരിക്കലും ഒരു മതങ്ങളും ഒരു ദൈവങ്ങളും ഇത്തരത്തിലുള്ളതായ അക്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നിരിക്കെ, ഒരു തരത്തിലുള്ളതായ അക്രമങ്ങളെ ഒരു മനുഷ്യനും അംഗീകരിക്കുന്നില്ല എന്നിരിക്കെ, ഇത്രയും വലിയതായ ജനക്കൂട്ടം മുസ്ലിമീങ്ങൾ ലോകം മുഴുവനുമുള്ളതായ ഒരു വലിയതായ ആൾക്കൂട്ടം വിശ്വസിക്കുന്ന വിശ്വാസ സംഹിത എപ്രകാരമാണ് തീവ്രവാദത്തിന്റെ മതമാകുന്നത്? നാം മനസ്സിലാക്കേണ്ടതായ വസ്തുതയുണ്ട്. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ ഇത്തരത്തിൽ ആളുകൾ കരിവാരി തേക്കുവാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന കാലഘട്ടമാണ്. എങ്ങനെയാണ് നാം അവരെ പറഞ്ഞു തിരുത്തുക? എങ്ങനെയാണ് നാം അവർക്ക് മാർഗനിർദ്ദേശനം നൽകുക? നാം കവലകൾ തോറും വലിയ വായിൽ പ്രസംഗിച്ചത് കൊണ്ട് ആളുകളുടെ മനസ്സ് മാറുമെന്ന് നാം ആരും വിചാരിക്കേണ്ടതില്ല. നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിലാണ് മാറ്റമുണ്ടാകേണ്ടത്. എന്റെ ജീവിതമാണ് ഇസ്ലാം, ഞാൻ ജീവിക്കുന്നതാണ് ഇസ്ലാം എന്ന് പറയുവാൻ തക്കവണ്ണം നാം ഓരോരുത്തരുടെയും ജീവിതത്തിലാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ മാറ്റങ്ങൾ ഉണ്ടാകേണ്ടത്. സഹോദരങ്ങളെ, ഇന്ന് നാം നോക്കുമ്പോൾ ധാരാളം മുസ്ലിം നാമധാരികൾ, മുസ്ലിമിന്റെ പേരുള്ളതായ ധാരാളം ആളുകൾ തീവ്രതരമായ അക്രമങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് നമുക്കും കാണുവാൻ സാധിക്കും. പരിശുദ്ധമായ ഇസ്ലാമിന്റെ പേരിലുള്ളതായ മുസ്ലിം രാഷ്ട്രങ്ങൾ എന്ന് പറയുന്നതായ രാഷ്ട്രങ്ങൾ പലതരത്തിലുള്ളതായ ക്രൂരതകൾക്ക് കൂട്ടുനിൽക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ ഈ മുസ്ലിം നാമധാരികളോ ഈ ഇസ്ലാമിക രാഷ്ട്രങ്ങൾ എന്ന് നാം കരുതുന്ന രാഷ്ട്രങ്ങളാണോ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം? ഒരിക്കലുമല്ല. നിങ്ങൾക്ക് യഥാർത്ഥമായ ഇസ്ലാമിനെ കാണേണ്ടതുണ്ടോ? യഥാർത്ഥമായ ദീനുൽ ഇസ്ലാമിന്റെ അനുയായികളെ നിങ്ങൾക്ക് കാണേണ്ടതുണ്ടോ? നിങ്ങൾ നോക്കണം, 6-ാം നൂറ്റാണ്ടിലെ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് നിങ്ങൾ നോക്കൂ. ആ പ്രവാചകരുടെ അനുചരന്മാരിലേക്ക് നിങ്ങൾ നോക്കൂ. അവരുടെ ജീവിതം കണ്ടു വളർന്നതായ താബിഈങ്ങളിലേക്കും നിങ്ങൾ നോക്കൂ. നിങ്ങൾക്ക് അവിടത്തിൽ മനോഹരമായ ഒരു ഇസ്ലാമിനെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും.
ആ പ്രവാചകന്റെ ജീവിതമാണ്, ആ അനുചരന്മാരുടെ ജീവിതമാണ്, ആ താബിഈങ്ങളുടെ ജീവിതമാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. അല്ലാതെ മുസൽമാന്റെ പേര് വെച്ച് നടക്കുന്നവരായ എല്ലാവരും ഇസ്ലാമിന്റെ വക്താക്കളാകണമെന്നില്ല. മുസ്ലിമിന്റെ പേര് വയ്ക്കുവാൻ എല്ലാവർക്കും സാധ്യമാകും. ഇസ്ലാമിന്റെ പേര് പറഞ്ഞു നടക്കുന്ന രാഷ്ട്രങ്ങളിൽ പലതരത്തിലുള്ളതായ കൊള്ളരുതായ്മകളും നടക്കുന്നതും അവിടുത്തെ ഭരണകൂടങ്ങൾ പോലും അതിന് കൂട്ടുനിൽക്കുന്നതും നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ സഹോദരങ്ങളെ, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം അതാണ് ദീൻ എന്ന് നാം ആരും മനസ്സിലാക്കരുത്. അതാണ് ദീൻ എന്ന് നാം ആരും വഞ്ചിതരാക്കി പോകുവാൻ പാടുള്ളതല്ല. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നതായ മനുഷ്യത്വപരമായ കുറച്ച് പോയിന്റുകളുണ്ട്. എത്രത്തോളം ആളുകളോട് കരുണയോടുകൂടി വർത്തിക്കണം, ആളുകളോട് കരുണയോടുകൂടി വർത്തിക്കണം. നമ്മുടെ അഹങ്കാരവും നമ്മുടെ സ്വാർത്ഥമായ താല്പര്യങ്ങളും ഒരു സമൂഹത്തിന്റെ മുന്നിൽ ഒന്നുമാകുവാൻ പാടുള്ളതല്ല. എന്തെങ്കിലും തരത്തിലുള്ളതായ ധിക്കാരപരമായ തീരുമാനങ്ങൾ ഒരു സമൂഹത്തിന് മുന്നിൽ എടുക്കുവാൻ ഒരു മുസ്ലിമിനെ ഒരിക്കലും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം അംഗീകരിക്കുന്നില്ല. അങ്ങനെ എന്തെങ്കിലും ധിക്കാരപരത്തിലുള്ളതായ തീരുമാനങ്ങൾ എടുക്കുവാൻ അങ്ങനെ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ടായിരുന്നുവെങ്കിൽ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത്തരത്തിൽ തീരുമാനമെടുക്കേണ്ടതുണ്ടായിരുന്നു. എപ്പോഴാണെന്നല്ലേ? സ്വന്തം ജനിച്ചു വളർന്നതായ നാട്ടിൽ നിന്നും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും നൂറുകണക്കിന് വരുന്ന അനുചരന്മാരെയും പിറന്ന നാട്ടിൽ നിന്നും അന്ന് മക്കക്കാർ പുറത്താക്കുകയുണ്ടായി. അവർ സമ്പാദിച്ചു വെച്ചിരുന്ന സമ്പാദ്യങ്ങൾ മുഴുവനും നഷ്ടപ്പെട്ടു. അവരുടെ ജീവനായ വീടുകൾ, അവരുടെ കൂടപ്പിറപ്പുകൾ രണ്ടായിട്ട് അടർത്തി മാറ്റപ്പെട്ടു. മക്കയിൽ ഇനി ഒരു തരത്തിലും ജീവിക്കുവാൻ സാധ്യമല്ല എന്നിരിക്കെ അവർ മദീനയാകുന്ന അടുത്ത നാട്ടിലേക്ക് യാത്രയാവുകയുണ്ടായി. 8-9 വർഷങ്ങൾക്ക് ശേഷം ഈ മക്കയാകുന്ന ദേശത്തിന്റെ മുഴുവൻ അധികാരത്തെയും അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കരത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചേൽപ്പിക്കുകയുണ്ടായി. അങ്ങനെയുള്ളതായ ആ സാഹചര്യത്തിൽ അന്ന് ആദ്യകാലത്ത് ഉപദ്രവിച്ചതായ മുഴുവൻ ശത്രുക്കളും മക്കയിലുണ്ട്. മുഴുവൻ ഉപദ്രവകാരികളും ശത്രുക്കളും മക്കയിലുണ്ട്. അവരെല്ലാവരും പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളോട് ഇപ്പോൾ പ്രതികാരം ചോദിക്കുമെന്ന് ഉറച്ചതായ വിശ്വാസത്തിൽ ഇരിക്കുന്നതായ സാഹചര്യത്തിൽ പ്രവാചകർ അവരോട് ചോദിക്കുകയാണ്, മാ തളുന്നൂന അന്നി ഫാഇലും ബിക്കും, നിങ്ങൾ എന്നെപ്പറ്റി ഞാൻ നിങ്ങളോട് എന്ത് ചെയ്യുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? അങ്ങനെ ആ ഇസ്ലാമിന്റെ ആദ്യകാല ശത്രുക്കളായിരുന്നവർ, പ്രവാചകരെ സ്വന്തം നാട്ടിൽ നിന്നും പുറത്താക്കിയവർ, തന്റെ അനുചരന്മാരെ മർദ്ദിച്ചവർ, പീഡിപ്പിച്ചവർ, അങ്ങനെയുള്ളതായ ആളുകൾ നബിയോട് പറയുകയാണ്, ഞങ്ങൾ താങ്കൾ നല്ലത് മാത്രം ചെയ്യുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. കാരണം താങ്കൾ ഞങ്ങളുടെ മാന്യനായ സഹോദരനാണ്, മാന്യനായ ഒരു സഹോദരന്റെ മകനാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി തങ്ങളോട് മറുപടി പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിരുപാധികം അവരെ മുഴുവനും മാപ്പ് കൊടുത്തുകൊണ്ട് വിട്ടയച്ചതായ ചരിത്രമാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പറയുവാനുണ്ടായത്. സാഹചര്യം മുഴുവനും അനുകൂലമായിട്ടും ശത്രുക്കളോട് മാപ്പ് നൽകിയതായ ചരിത്രം അത് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന് മാത്രമാണ്. നമുക്ക് കരുണ കാണിക്കാൻ പറ്റും, മാപ്പ് കൊടുക്കുവാൻ പറ്റും. എപ്പോൾ നമുക്ക് അധികാരമില്ലാത്തതായ അവസരത്തിലാണെങ്കിൽ പ്രതികാരമെടുക്കുന്നതിന് നമ്മെ തടയുന്നതായ ഒരു വസ്തു എന്നത് നമ്മുടെ മാനസികമായ ദൗർബല്യമല്ല, അത് ഭീതിയുടെ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഒരുപക്ഷെ മാപ്പ് കൊടുക്കുവാൻ സാധിച്ചേക്കും. എന്നാൽ മുഴുവൻ സംവിധാനങ്ങളും കരങ്ങളിലുള്ളപ്പോൾ മാപ്പ് നൽകുക എന്നത് അത് പരിശുദ്ധമായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാത്രം സാധ്യമായ ഒരു കാര്യമാണ്. ആ തങ്ങൾ പഠിപ്പിച്ചതായ ഒരു ഉദ്ദേശം, ആ തങ്ങൾ മുമ്പോട്ട് വെച്ചതായ ഒരു മാർഗമാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. ആ ഇസ്ലാമിന്റെ ആളുകൾക്ക് ഒരു തരത്തിലും തീവ്രവാദിയോ അങ്ങനെയുള്ളതായ ദീനുൽ ഇസ്ലാമിന് ഒരിക്കലും തീവ്രവാദം പഠിപ്പിക്കുന്ന മതമോ ആകുവാൻ ഒരിക്കലും സാധ്യമാവുകയില്ല. അങ്ങനെ തെറ്റിദ്ധരിക്കുന്നവരുണ്ട് എങ്കിൽ നമ്മളുടെ ജീവിതത്തിലൂടെ സമാധാനപരമായ സൗഹൃദപരമായ നമ്മുടെ പെരുമാറ്റങ്ങളിലൂടെയാണ് അവരെ നാം പിടിച്ചു ചേർത്ത് നിർത്തേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ പെരുമാറുവാനുള്ള തൗഫീഖ്, നല്ല സ്വഭാവം നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.